പോലീസുകാരുടെ മോശം പെരുമാറ്റം പലപ്പോഴും മാനസിക പിരിമുറുക്കം മൂലമെന്ന് ഡിജിപി ഹൈക്കോടതിയിൽ. എന്നാൽ തെരുവിൽ ജോലിയെടുക്കുന്നവർക്കും മാനസിക സമ്മർദ്ദമുണ്ടെന്നും മാനസിക സമ്മർദ്ദം മോശമായി പെരുമാറാനുള്ള ലൈസൻസ് അല്ലെന്നും കോടതി പറഞ്ഞു. പാലക്കാട് ആലത്തൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനോട് മോശമായി പെരുമാറിയ കേസിൽ സ്വമേധയാ എടുത്ത കേസിലാണ് കോടതി പരാമർശങ്ങൾ. ഷംന അശോകുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംന, ഡിജിപിയുടെ വാദങ്ങളെ നിരാകരിക്കുന്നതാണ് ഇന്നിപ്പോൾ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ജിൽസി, പാലക്കാട് ആലത്തൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകരോട് മോശമായി പെരുമാറിയതിൽ സ്വമേധയാ എടുത്ത കേസാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെയും ഡിജിപി ഈ കേസിൽ നേരിട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓൺലൈൻ വഴിയാണ് അദ്ദേഹം ഹാജരായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം പോലീസുകാരുടെ മോശം പെരുമാറ്റത്തിന് പലപ്പോഴും മാനസിക പിരിമുറുക്കം കൂടി കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തെരുവിൽ ജോലി ചെയ്യുന്നവർക്കും മാനസിക സമ്മർദ്ദം ഇല്ലേ എന്നുള്ളതാണ് കോടതി തിരിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യം. ഒപ്പം തന്നെ മാനസിക സമ്മർദ്ദം മോശമായി പെരുമാറാനുള്ള ലൈസൻസ് അല്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. മോശം പെരുമാറ്റം നിയന്ത്രിക്കാൻ നിലവിൽ 1965 ശേഷം ഏകദേശം 10-ലധികം സർക്കുലറാണ് സംസ്ഥാന പോലീസ് ഇറക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇറക്കിയത് ജനുവരി 30-ന് ഇറക്കിയിട്ടുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുള്ള സർക്കുലറാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇനി സർക്കുലർ ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ പാലക്കാട് ആലത്തൂരിലെ അഭിഭാഷകനോട് മോശമായി പെരുമാറിയ SI ഷമിലിനെതിരെ അദ്ദേഹത്തിന് ശാസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് DGP കോടതിയിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ശാസന മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഈ സ്വമേധയാ എടുത്ത കേസിൽ ഷമിലിനെ കൂടി കോടതി കക്ഷി ചേർത്തിരുന്നു. ഈ സംഭവത്തിൽ നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഷമിൽ ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നേരിട്ടെത്തി ഈ മാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേസ് ഏതായാലും 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ശരി, ഷംന അശോകാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്.